നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും ഇവിടെ വലിയ സുഖമായിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ഇന്ന് മഴയില്ല. മഴ നല്ല വെയിലുണ്ട്. പിന്നെ ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക റെസിപ്പിയാണ്. എന്താണെന്ന് നോക്കാം. ഒരു വെറൈറ്റി പഴക്കേക്കാണ്, മിക്സഡ് പഴക്കേക്ക്. കിച്ചണിലേക്ക് പോകാം. അങ്ങനെ 2 റോബസ്റ്റോ പഴവും പഞ്ചസാരയും കൂടി മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്. അതിനെ ഞാൻ ഈ ഗോതമ്പ് മാവിലേക്ക് ഒഴിക്കുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്ന അരിപ്പൊടി, പുട്ടുപൊടിയാണിത്. പിന്നെ എടുത്ത് വച്ചിരിക്കുന്ന റാഗി, എല്ലാം കൂടി ഞാൻ നന്നായിട്ട് കുഴയ്ക്കുകയാണ്. എല്ലാം കൂടെ നന്നായി കുഴച്ചു. പിന്നെ വേണമെങ്കിൽ നമുക്ക് മുട്ട കൂടി അടിച്ച് പതിച്ച് ചേർത്ത് കുഴയ്ക്കാം. മുട്ട ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഞാനിവിടെ ചേർക്കുന്നില്ല. എനിക്ക് ഈ മാസം മുട്ട, മീൻ, ഇറച്ചി ഇത് 3 നിഷിദ്ധമാണ്. ഇതിന് നമുക്കിനി പഴക്കേക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാം ഓയിലാണ്. ഇഷ്ടമുള്ള ഓയിലുണ്ടാക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായി, അതിനേക്കാൾ ടേസ്റ്റായിരിക്കും. പക്ഷേ ഇരിക്കില്ല. പിന്നെ പാം ഓയിലിൽ ഉണ്ടാക്കിയാൽ നമുക്ക് 2 ദിവസമൊക്കെ പുറത്തിരിക്കും. ശരി, ഞാൻ എണ്ണ തിളപ്പിക്കട്ടെ. അതിനെ ഞാൻ ചെറിയ ഉണ്ട പഴക്കേക്ക് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉരുണ്ടകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പഴക്കേക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ വലിപ്പം വേണം. വലിപ്പം ഉണ്ടായിരിക്കും. ഇത് ഞാൻ ചെറിയ സൈസ് കിട്ടിയതിന്. ഇതിന് തിളയ്ക്കുന്ന എണ്ണയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഇതിനെ വറുത്ത് പോകാം. അതാണ്ട് പഴക്കേക്ക് വരുന്നു. തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഇതാണ്ട് എനിക്ക് ഇത്രയും പഴക്കേക്ക് കിട്ടി. പഴക്കേക്കിൻ്റെ സൈസ് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയത് തന്നെ. നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ ഒന്ന് ഒരു മുട്ട കൂടെ ചേർത്താൽ ഇതിനേക്കാളും ടേസ്റ്റായിരിക്കും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ആരും ഒന്നും കാണുന്നില്ല, വ്യൂസൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇത്രയും സമയം കണ്ടതിൽ വളരെ നന്ദി, സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.